ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും അധികം വിറ്റ് പോയിട്ടുള്ള 10 SUVകളെ പറ്റിയാണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ നമ്പർ 10th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂവിന് കഴിഞ്ഞ മാസം ടോട്ടൽ 8,933 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജാനുവരി 2024 വെച്ച് നോക്കുമ്പം 11,831 വണ്ടികളുടെ സെയിൽസ് വെന്യൂവിന് ആ സമയത്ത് കിട്ടിയതായിരുന്നു. അതായത് 24.49% ഡീഗ്രോത്ത് റേറ്റ് ഇവിടെ അവർക്ക് വന്നിട്ടുണ്ട്. 2,898 വാഹനങ്ങളുടെ നഷ്ടവും വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഡീഗ്രോത്തും അതുപോലെ വ്യത്യാസമാണ്. കാരണം നമുക്കിപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 4 വാഹനങ്ങൾക്കാണ് ടോട്ടൽ ഡീഗ്രോത്തും അതുപോലെ നഷ്ടമൊക്കെ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കഴിഞ്ഞ മാസം മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് വെന്യൂ. എന്തായാലും ഈ ഫേസ് ലിഫ്റ്റിന് ശേഷം 10,000-ന് മുകളിലൊക്കെ മിക്ക മാസം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം കുറച്ച് താഴേക്ക് വന്നു എന്ന് മാത്രം. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വെന്യൂവിൻ്റെ തന്നെ കസിൻ ബ്രദർ എന്ന് പറയും, നമ്മുടെ കിയയുടെ സോണറ്റും ഈ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം 10,000-ന് മുകളിൽ ജാനുവരിയിൽ പോയതാണ്. പക്ഷേ കഴിഞ്ഞ മാസം ഇതും 10-ന് താഴെ വന്നു. 9,102 വണ്ടികളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം സോണറ്റിന് ലഭിച്ചത്. പക്ഷേ അതേസമയം ജാനുവരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11,530 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. അതായത് 2,428 വാഹനങ്ങളുടെ വ്യത്യാസവും 21.06% ഡീഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് സോണറ്റിലും കാണാൻ സാധിക്കുന്നത്. വെന്യൂ കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടത്തിൽ വെച്ച് രണ്ടാമതായി മന്ത് ഓൺ മന്ത് ബേസിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ കിയയുടെ സോണറ്റ്. കിയ പിന്നെ ഇടയ്ക്ക് പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. അതായത് ചില സമയത്ത് അവർ സെൽറ്റോസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് സോണറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഇതങ്ങനെ ആയിരിക്കാം ചിലപ്പം. നമുക്കിനി അടുത്ത വാഹനത്തിലേക്ക് വരാം. അതാണ് 8th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ ബൊലേറോ. ഒരു കാലത്ത് മഹീന്ദ്രയുടെ ടോപ്പ് സെല്ലിംഗ് വാഹനം ബൊലേറോ ആയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പം വേറൊരു വാഹനം ആ ഒരു പൊസിഷൻ കയ്യേറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ബൊലേറോ ഏതായാലും കഴിഞ്ഞ മാസം 10,113 വണ്ടികളാണ് ഇവർ വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ജാനുവരി മാസത്തിൽ 9,964 വാഹനങ്ങളുടെ സെയിൽസുമാണ് ഇതിന് കിട്ടിയത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് തന്നെയാണ്. 149 വാഹനങ്ങളുടെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് 1.5% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗ്രോത്ത്. അതായത് വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്ന് പറയും. നമ്മുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 6 വാഹനങ്ങൾക്ക് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം നമ്മളിപ്പം മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബൊലേറോ. പിന്നെ ഇത്രയും റെക്കഡായിട്ടുള്ള വാഹനത്തിന് 10,000-നടുത്ത് സെയിൽസ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കഴിഞ്ഞ മാസം 11,002 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. ഇതിനും സെയിൽസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഇടിവ് വന്നിട്ടുണ്ട്. കാരണം ജാനുവരിയിൽ ഇത് ക്രെറ്റയുടെ സെയിൽസിനെ ഓവർടേക്ക് ചെയ്ത് 13,438 വാഹനങ്ങളുടെ സെയിൽസിന് നിന്നാണ്. പക്ഷേ കഴിഞ്ഞ മാസം 2,436 വണ്ടികളുടെ വ്യത്യാസവും അതുപോലെ 18.13% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നത്. നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഡീഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വന്നത് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തന്നെയാണ്. എന്തായാലും ഈ മാസം അത് 13,000-നടുത്ത് വിറ്റിരുന്നെങ്കിലും ക്രെറ്റയുടെ സെയിൽസ് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ക്രെറ്റ കഴിഞ്ഞ മാസം കഴിഞ്ഞതിന് മുന്നത്തെ മാസം കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഈ മാസം അത് പിന്നെ പിടിച്ച് കയറിയിട്ടുണ്ട്, ഫെബ്രുവരിയിൽ പിടിച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാൻഡ് വിറ്റാരയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഡിസൈൻ പോലൊക്കെ തന്നെ ഇരിക്കുന്ന ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് കഴിഞ്ഞ മാസം അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്. അത്യാവശ്യമല്ല, വളരെ നല്ല സെയിൽസ് ഉണ്ട്. 14,168 വാഹനങ്ങളുടെ സെയിൽസാണ് ഫ്രോങ്സിന് കിട്ടിയത്. പക്ഷേ ജാനുവരി മാസത്തിൽ 13,643 വാഹനങ്ങളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു പക്ഷയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം 13,000 അത്യാവശ്യം നല്ല സെയിൽസാണ്. 525 വാഹനങ്ങളുടെ വ്യത്യാസവും 3.85% ഗ്രോത്ത് റേറ്റുമാണ് ഫ്രോങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്തും അതുപോലെ തന്നെ സെയിൽസും ഒക്കെ ഫ്രോൺസിനുണ്ട് എന്ന് പറയും. ഇത് ഇറങ്ങിയ കാലത്ത് കുറച്ച് കാലമൊക്കെ 9,000, 8,000 ആ റേഞ്ചിലൊക്കെ അവർ വിറ്റിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഫ്രോൺസിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഇത് ബലേനോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ ആണെങ്കിലും ബലേനോ ഒരു 8,000 18,000 19,000 ആ റേഞ്ചിലൊക്കെ വിൽക്കുന്നുണ്ടെങ്കിലും ഫ്രോൺസ് ഇപ്പോൾ ഒരു 13,000 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. നെക്സോൺ ജാനുവരിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ കയറിപ്പോയതാണ്. പക്ഷേ ഫെബ്രുവരി ആയപ്പോഴേക്കും ഇത്തിരി താഴേക്ക് വന്നിട്ടുണ്ട്. 14,395 വാഹനങ്ങളുടെ സെയിൽസാണ് നെക്സോണിന് കഴിഞ്ഞ മാസം കിട്ടിയത്. ജാനുവരിയിൽ പക്ഷേ 17,182 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 2,787 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 16.22% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പം ഈ കൂട്ടത്തിൽ മറ്റുള്ള വണ്ടികൾക്ക് വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ സെയിൽസിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം അത്യാവശ്യം ഉണ്ടെന്നും പറയാം. സാധാരണഗതിയിൽ ഡീഗ്രോത്തൊക്കെ വരുമ്പം ചെറിയ രീതിയിൽ ഡീഗ്രോത്തൊക്കെ വന്ന് നിൽക്കുന്ന കമ്പനികൾ ഉണ്ടാവാറുണ്ട്, വണ്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ടോപ്പ് 10 SUVസിൻ്റെ സെയിൽസിൽ അങ്ങനെയൊന്നുമില്ല. വന്നിരിക്കുകയാണെങ്കിൽ
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടികളിലൊക്കെ ഡീഗ്രോത്ത് റേറ്റ് വരും. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോർപിയോ എന്നും അതുപോലെ ക്ലാസിക്കും ആണ്. ഈ സബ് 4 മീറ്റർ SUV-കളെയും അതുപോലെ അബോവ് 4 മീറ്റർ SUV-കളെയും എല്ലാം ഓവർടേക്ക് ചെയ്താണ് നമ്മുടെ ഒരു ലാഡർ ഫ്രെയിം ഷാസിയിൽ വരുന്ന വാഹനം മുന്നിൽ കയറിയിരിക്കുന്നത്. ഇത് രണ്ടിനും കൂടെ കമ്പൈൻ സെയിൽസ് ആണ്, ക്ലാസിക്കിൻ്റെയും എന്നിൻ്റെയും. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ മാസം 15,051 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് രണ്ടിനും കൂടെ കിട്ടിയത്. ജാനുവരിയിൽ 14,293 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് 758 വണ്ടികളുടെ വ്യത്യാസവും 5.3% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടികളുടെ സെയിൽസ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത്രയും റേഞ്ച് വരുന്ന, അതായത് ഇത്രയും പ്രൈസുള്ള 2 വണ്ടികളായിട്ട് പോലും ഈ റേഞ്ചിൽ സെയിൽ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്ര എന്തോ ഒരു പരിപാടി ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ്. അവർ മിക്ക മാസം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇങ്ങനെ പതുക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് കുറയ്ക്കുക, അതായത് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം 15,276 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാൻഡ് വിറ്റാര 13,000-ലേക്ക് ജാനുവരിയിൽ വന്ന പോലെ തന്നെ വീണ്ടും തിരിച്ചു വന്നിരുന്നാൽ പോലും ക്രെറ്റ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ഫെബ്രുവരി സെയിൽസിൽ പിടിക്കാൻ പറ്റില്ല എന്ന്. എന്തായാലും ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഇതാണ് ക്രെറ്റ ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ സെയിൽസ്. ജാനുവരിയിൽ കുറവായിരുന്നു, 13,212 ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2,064 വാഹനങ്ങളുടെ വ്യത്യാസവും 15.62% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം മന്ത് ഓൺ മന്ത് ബേസിൽ ക്രെറ്റ തന്നെയാണ്. ബാക്കി വണ്ടികൾക്കൊക്കെ മിക്കവാറും 5-ന്റെ താഴെ ആയിരിക്കും വന്നിട്ടുണ്ടാകുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും അവരെ അവാർഡ് ക്രെറ്റയ്ക്ക് തന്നെ പോകും. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 15,765 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. ജാനുവരിയിൽ 15,303 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണെന്ന് തന്നെ പറയാം. 462 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും ഗ്രോത്ത് ആണ്. 3.02% ഗ്രോത്ത് റേറ്റ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതായത് ബ്രസയുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ മാരുതി സുസുക്കി ഇപ്പോൾ വലിയ കോംപ്രമൈസ് ഒന്നും വരുത്തുന്നില്ല. ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ഡിമാൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരത്രയും തന്നെ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ പിടിച്ചു പോകാൻ പറ്റുന്നത്. ഇതോടുകൂടി സബ് 4 മീറ്റർ കാറ്റഗറിയിലെ കഴിഞ്ഞ മാസം ഏറ്റവും നന്നായിട്ട് വിറ്റുപോയ വാഹനം ബ്രസയാണ്. അപ്പോൾ 4 മീറ്റർ കാറ്റഗറിയിൽ നിങ്ങൾക്കറിയാലോ, അത് നമ്മുടെ ക്രെറ്റ തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെ വേറൊരു ചേട്ടനും കൂടെ ഉണ്ട്. മൈക്രോ SUV എന്ന് പറയുന്ന പുതിയ SUV-കളുടെ കാറ്റഗറിയിലേക്ക് വന്ന് സെയിൽസിൻ്റെ ലിസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ട് കൈയടക്കിയവൻ. കഴിഞ്ഞ മാസം 18,438 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയത്. പഞ്ചിൽ ഇതുവരെ കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ് സെയിൽസ് ഇത് തന്നെയാണ്. ജാനുവരിയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു, 17,978 ഉണ്ടായിരുന്നു. അതും പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞിട്ട് മുന്നത്തെ മാസത്തെ ഹയസ്റ്റ് റെക്കോർഡായിരുന്നു പഞ്ചിൻ്റെ സെയിൽസിൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം അതും പൊട്ടിച്ചാണ് പഞ്ച് ഇത്രയും മുമ്പിൽ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നു പഞ്ച് നെക്സോണിൻ്റെ സെയിൽസിന് തന്നെ ഇപ്പോൾ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്ന്. ആൾക്കാർ നെക്സോൺ നോക്കാനായിട്ട് പോകുമ്പോൾ പഞ്ച് അതിനേക്കാൾ കുറച്ചും കൂടെ കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ പഞ്ച് എടുത്ത് പോകുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ പഞ്ച് EV-യും കൂടെ വന്നുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇതിൻ്റെ സെയിൽസ് പണ്ട് 14,000 15,000 റേഞ്ചിലൊക്കെ കടന്ന് ഇപ്പോൾ പിന്നെയും 18,000-ലേക്കൊക്കെ വന്നത്. എന്തായാലും 460 വണ്ടികളുടെ വ്യത്യാസവും 2.56% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ അതാണ് ടോപ്പ് 10 SUVs-ൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.